നമ്മൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ കണ്ടശങ്കടവിലാണുള്ളത്. നമുക്കൊപ്പം രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട്. കുളമാക്കിൽ ഗണേശനും ഗണേശന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ചേട്ടനും. തൃശ്ശൂർക്കാർക്ക് ആന ഇന്നും ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് അവരുടെ രണ്ടുപേരുടെയും വിശേഷങ്ങൾ അറിയാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞുമോൻ ചേട്ടനും കുഞ്ഞുമോൻ ചേട്ടൻ്റെ ഗണേശനും. അപ്പോൾ ഗണേശിൻ്റെ കുറച്ച് വിശേഷങ്ങളും കുഞ്ഞുമോൻ ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ കുഞ്ഞുമോൻ ചേട്ടാ, എത്ര കാലമായി ഈ ആനകൾക്കൊപ്പമുള്ള ജീവിതം തുടങ്ങിയിട്ട്? ഞാൻ രാജുവേട്ടന് കൂടെയാണ് ഫസ്റ്റിലെ വരുന്നത്. ആ ആനകളിൽ നിന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആമ്പല്ലൂർ കൊച്ചാനെന്ന് പറയും. കണ്ണമ്പുള്ളി ബാലകൃഷ്ണൻ എൻ്റെ പേര്. അതിൻ്റെ കൂടെ വന്ന് പിന്നെ അങ്ങനെ പല വഴിയായി. അതിനുശേഷം ഒരു 10-20 കൊല്ലമായിട്ട് 4 ഉടമസ്ഥന്മാർ മാറി. ഇപ്പോൾ ഇതിനോട് തന്നെ ഉണ്ട് ഞാൻ. എത്ര വർഷമായി ഗണേശൻ്റെ ഒപ്പം? ഇത് 20ാമത്തെ വർഷം. 20 വർഷമായി. അതുകൊണ്ടല്ലേ ഇങ്ങനെ അയച്ചു വിടണേ. എങ്ങനെയാണ് ഗണേശനുമായിട്ടുള്ളൊരു? എൻ്റെ അടുത്ത് ഒരു ശല്യമില്ല. പിന്നെ കൂടെ നിൽക്കുന്ന പിള്ളേരെയൊക്കെ ഓടിക്കുക. പരിപാടി സ്ഥലത്തും ഈ അമ്പലത്തിൽ തന്നെ ഞാൻ 4ാമത്തെ കൊല്ലം ആനയായിട്ട് ഇപ്പോൾ വന്ന് കയറിയേക്കുന്നത്. ആനയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ആനപ്പാപ്പനായതാണോ? എൻ്റെ 20 വർഷമായിട്ടുള്ളൊരു 20 എനിക്കൊരു 15ാമത്തെ വയസ്സിലാണ് ഞാൻ പണിക്കിറങ്ങുന്നത്. ആ കാലത്ത് തൊട്ട് നമുക്ക് ഇതിന് വലിയ ഇതൊന്നുമില്ല. പക്ഷെ അന്ന് തന്നെ വീട് അങ്ങനെ നടക്കുന്ന കൂട്ടുകാർ ഇപ്പം നമ്മളെ ഈ ആനയെ സംബന്ധിച്ച് പറഞ്ഞാൽ തന്നെ ഒരു 10 കുടുംബമെങ്കിലും ജീവിക്കുന്നുണ്ട് ഈ ഒരു ആനയെ കൊണ്ട്. അപ്പം അത് അതിൻ്റെ അന്നമില്ല. അപ്പം അത് സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം പിന്നെ കുറേ സുഹൃത്തുക്കൾ, കുറേ ബന്ധങ്ങൾ. പിന്നെ ഞാൻ എവിടെ നിന്നാലും എൻ്റെ കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞ് തരുന്ന കുറേ പേരുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ അല്ലാണ്ട് പോകുന്നു. ഗണേശനാണെങ്ങനെയാ? എങ്ങനെയാണ് സ്വഭാവം, രീതികളൊക്കെ? ശാന്ത സ്വഭാവമാണോ അതോ ദേഷ്യക്കാരനാണോ? ആന ശാന്തനാണ്. ആനയ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആന സമ്മതിക്കുക. ആന പിന്നെ ഇപ്പം നമ്മൾ ഈ അമ്പലം ഇപ്പം 4 കൊല്ലമായിട്ട് നമ്മൾ 4ാമത്തെ കൊല്ലം ഇവിടെ വരുന്നത്. ആനയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ആന ചിലപ്പോൾ അവർ ഇങ്ങോട്ട് വരുമല്ലേ. അങ്ങനെ പുള്ളിതായ കുറച്ച് രീതികളുണ്ട്. ഞാനിങ്ങനെ അഴിച്ചു വിട്ടേക്കും. എൻ്റെ കൂടെ ഇങ്ങനെ നടന്നോളൂ. ഞാൻ മുന്നേ പോവും, പുറകെ ഇങ്ങ് പോന്നോണം. അതാണ് ഞങ്ങൾ തമ്മിലുള്ള. അല്ലാതെ ഇതിന് തല്ലിയിട്ടോ ഒരുപാട് തല്ലിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇപ്പം തന്നെ തോട്ടിയമ്പടിയും അങ്ങോട്ട് കൊണ്ടുവച്ചാൽ അവൻ്റെ കൊടുത്ത് വിട്ടു. അതാണ്. അല്ലാതെ ഇതിനങ്ങനെ മൈൻഡൊന്നുമില്ല. ആരെയും തല്ലണമെന്നോ കൊല്ലണമെന്നോ അങ്ങനത്തെ മൈൻഡില്ലാത്ത. ഞാനില്ലെങ്കിൽ തന്നെ അവനാണ് കഴിഞ്ഞ പോലെ നീതി ചെയ്യുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്ന ചേർക്കാൻ അവൻ ചോറ് കൊടുക്കും. അതുപോലെ എല്ലാവരും കുളമാക്കി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആന അവിടെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ അവിടെ ഇല്ലെങ്കിൽ തന്നെ എല്ലാവരും വന്ന് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കും.